വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലേയും കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അങ്ങനെ മുടി മുറിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, നിങ്ങൾക്കറിയാം ഞാൻ ഒരിടയ്ക്ക് സ്മൂത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മളത് കംപ്ലീറ്റ് എല്ലാ മാസവും കൊടുക്കേണ്ട ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എന്താ പറയുക, അത് നല്ല രീതിയിൽ നമുക്ക് റെഗുലറായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്കത് ഹെയർ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. സോ അപ്പോൾ ഒരുമാതിരി എന്താ പറയുക, ഡാൻഡ്രഫ് വന്നു, ഡാമേജ് വന്നു, ഹെയർ ഫോൾ വന്നു, അങ്ങനെ എല്ലാം കൊണ്ട് എൻ്റെ മുടി ആകെ കൊളായി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ മുടി വളരും. ഇവിടെ നമ്മൾ ആ സ്ട്രെയിറ്റ് ചെയ്ത ഭാഗം മാത്രം ഇങ്ങനെ കോല് കോഴിത്തൂല് പോലെ ആയിരുന്നു കേട്ടോ. അത് ഉള്ളും കൂടെ കുറവായി എന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ മുടി പൊഴിയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഈ പ്രാവശ്യം ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ മുടി മുറിച്ചിട്ട് ഈ ഒരു ലെവലിലാണ് കേട്ടോ എൻ്റെ മുടി ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ മുടി. സോ അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഇന്ന് മുതൽ ഒരു കഞ്ഞിവെള്ള ചലഞ്ച് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്നും വീഡിയോ ഇടില്ല, പക്ഷെ ഞാൻ എന്നും ഈ സംഭവം യൂസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളവും പ്ലസ് ഉലുവയും കൂടി ഓവർനൈറ്റ് അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കുളിക്കാൻ പോകുന്നത് ആ ഒരു സമയത്തായിരിക്കും ഇത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ് ഇത് വെച്ചിരിക്കും. എന്നിട്ടാണ് കഴുകി കളയുന്നത്. അപ്പോൾ അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കണ്ടീഷണറോ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ലപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ തേക്കുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ 30ാമത്തെ ദിവസമായിരിക്കും. ഇന്ന് 2ാമത്തെ ദിവസമാണ്. സോ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആരെങ്കിലും എല്ലാവരും പറയുമല്ലോ കഞ്ഞിവെള്ളം അടിപൊളിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഹെയർ കാണുമ്പോൾ അറിയാം എനിക്ക് എത്രമാത്രം ഉണ്ടെന്നല്ലേ. കണ്ടോ, ഇത്രയും ഹെയറേ എനിക്കുള്ളൂ. സോ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് നമുക്കൊരു അടുത്ത മാസം നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ പ്രിപ്പറേഷനും കൂടെ നോക്കിയിട്ട് വരാം. ഹലോ, അപ്പം നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടി നമ്മൾ തലേന്ന് രാത്രിയിൽ ആക്കി വെച്ചിരിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ 1 സ്പൂണൊക്കെ ഉലുവ ഇട്ടാൽ മതി. ഞാൻ ഇന്നലെ ഇട്ടത് ഇത്തിരി കുറഞ്ഞു പോയി, അതാണ് ഒത്തിരി അധികം ഇല്ലാത്തത്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാ ദിവസവും കഞ്ഞിവെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് തലയിൽ ഓയിൽ വെച്ചൊന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കെട്ടും ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്താൽ മതി ഹെയറിലേക്ക്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് തലനീരിറക്കം, ചുമ, ശ്വാസമുട്ടൽ, തുമ്മൽ ഒക്കെ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും വെക്കണമെന്നൊന്നുമില്ല, നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു അരമണിക്കൂറോളം ഇത് വെക്കുന്നുണ്ട്. സോ എന്നിട്ട് നമ്മുടേതായി കഞ്ഞിവെള്ളത്തിൻ്റെ പാക്ക് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഓർത്ത് വീഡിയോ റെക്കോർഡാണ് എന്ന്, പക്ഷേ അല്ലായിരുന്നു കേട്ടോ. പകുതി എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊക്കെ ഒന്ന് പാക്ക് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ മുടിക്കുള്ളിൽ തീരെ കുറവാണ്, നല്ല രീതിയിലുള്ള താരനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്ത് നോക്കാം. എന്തായാലും ഇത് വർക്കൗട്ട് ആവാൻ നോക്കാമല്ലോ. എന്തായാലും റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കഴുകി കളയുന്നവർക്ക് ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൈൽഡായിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചെമ്പരത്താൾ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ വെള്ളം ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് 30 ദിവസത്തിനുള്ളിൽ കാണാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സ് തരാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.